അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സുസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സുസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, ദ്വിദൂതനായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നാട് ചേർത്ത് പരിശുദ്ധതയും മാതാവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെപ്പാൻ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, കന്യകൾക്ക് മകുടമായ നമ്മല കനികേ, മിശിഹായുടെ മാതാവേ, ദൈവപ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയായ മാതാവേ, കളങ്കമറ്റ കനികയായ മാതാവേ, കനികാതത്തിന് പങ്കു വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, രക്ഷകന്റെ മാതാവേ, ഏറ്റവും വിവേകമതിയായ കനികേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കനികേ, സ്തുതിക്ക് യോഗ്യയായ കനികേ, മഹാവല്യ കനികേ, കനിവുള്ള കനികേ, ഏറ്റവും വിശ്വസ്തയായ കനികേ, നീതിയുടെ ദർപ്പണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവരസം നിറഞ്ഞിരിക്കുന്ന വനിത പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, നമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണ്ണ ആലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, വൃഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, പീഡിതന്റെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പുറവിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, പദവന്മാരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല വിശുദ്ധതയും രാജ്ഞി, അമ്ലോത്ഫയായ രാജ്ഞി, സ്വർഗാരോപതിയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മസഭയുടെ അലങ്കാരമായ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
സർവേശ്വരന്റെ പൊന്നുപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതി മൽഗേരിയാം കന്യാ മാതാവേ, സാലാപത്തുകളിൽ നിന്ന് എപ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗമ്മയുടെ അടുക്കുന്ന ഈ കൂട്ടത്തെ തൃക്കം പാർത്ത് നിത്യ ന്യായവസ്ഥ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവം ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലണമേ. ആമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവിതമാതൃവും സകലേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കത്തിൽ വിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നീങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ ദൂരപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദരിദ്രത്തിന് അനുഗ്രഹപരമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവുമായി കന്യാമറിയമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തി മരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിന്നിച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപയണമേ. ഈ അപേക്ഷയൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശോമിശയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, എന്റെ സമയത്തോട് സഹായം നേടി മിശിഹ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയപരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവികാരണ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നെട്ടുംബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു. മേനി മുറിവാൽ നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. ദൈവത്തിൻ സഹനദാസൻ എനിക്കായി കുരിശിലേറി. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു. മേനി മുറിവാൽ നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. എനിക്കായി അടിയേറ്റ നാഥൻ, എനിക്കായി മറിഞ്ഞേറ്റ നാഥൻ, എന്റെ രോഗവും എന്റെ പാപവും ചുമലിലേറ്റി നാഥൻ, ചുമലിലേറ്റി നാഥൻ. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു. മേനി മുറിവാൽ നിറഞ്ഞ
യേശുവിനെ ഞാൻ കണ്ടു. ഹൃദയം ദാഹിച്ചാത്മാക്കൾക്കായി എന്നെയും സൗഖ്യമാക്കി നാഥൻ, സൗഖ്യമാക്കി നാഥൻ. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു. നീനി മുറിവാൽ നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. ദൈവത്തിൻ സഹനദാസൻ എനിക്കായി കുരിശിലേറി. 1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. സ്നേഹനിധിയായ ഈശോയെ, ഇന്നത്തെ ഈ സെഷനെ പൂർണ്ണമായും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഈ മിസിയോ കൂട്ടായ്മയിൽ ഇപ്പോഴായിരിക്കുന്ന അങ്ങേ മക്കളോട് ഈശോയെ അങ്ങ് കരുണയായിരിക്കണമേ. മിസിയോയിലൂടെ ഇന്ന് പങ്കുവെക്കുന്ന യേശു രക്ഷകൻ എന്ന നിത്യസത്യം മനസ്സിലാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഇന്ന് സന്ദേശം നൽകി നമ്മെ ആശീർവദിക്കാനായി എത്തുന്ന സ്നേഹബഹുമാനപ്പെട്ട മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ അങ്ങേ തൃക്കരങ്ങളിൽ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ലോകരക്ഷകനായ യേശുവെ, ഇന്നത്തെ സെഷനിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച പെന്നിച്ചേട്ടനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ സെഷന്റെ MC ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആര്യയെയും, വചനപ്രഘോഷണം നടത്തുന്ന മിനി ജോഷി ചേച്ചിയെയും, സാക്ഷ്യം അവതരിപ്പിക്കുന്ന രാജേഷ് അബ്രഹാം ചേട്ടനെയും, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന ടോമിച്ചൻ ചേട്ടനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷന്റെ ക്രോഡീകരണം നടത്തുന്ന പ്രിയപ്പെട്ട ആലീസ് കുട്ടി ആന്റിയെയും, സമാപനാശീർവാദം നൽകാനായി എത്തുന്ന പ്രിയപ്പെട്ട സേവ്യർ അച്ഛനെയും യേശുവെ അങ്ങേ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മിസിയോ റിസോഴ്സ് ടീമിനെയും മെന്റേഴ്സിനെയും മിസിയോ ടീമിന്റെ ഇതര ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിനെയും ഇന്റർനെറ്റ് സംവിധാനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. തടസ്സങ്ങളൊന്നും കൂടാതെ മിസിയോയുടെ ലോക സുവിശേഷവത്കരണ സംഭരണങ്ങളെയെല്ലാം അങ്ങേ ഹിതം പോലെ യേശുവെ അങ്ങ് വഴി നടത്തണമേ. രക്ഷകനായ യേശുവിനെ ലോകം മുഴുവനും പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാമോദിസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായ ഓരോരുത്തരുടെയും കടമയാണ് സുശേഷ പ്രഘോഷണം. ഇതിനായി എല്ലാവരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മിസിയോ ഗ്രൂപ്പിന്റെ 13ാമത്തെ ബാച്ചിന്റെ 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഇന്നത്തെ സെഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ജോമോൾ ചേച്ചിക്കും കുടുംബത്തിനും, പ്രാരംഭഗാനം ആലപിച്ച ജോമി ചേച്ചിക്കും മിസിയോ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള സെഷനിലേക്ക് കടക്കാം. നമ്മുടെ മിസിയോ ഗ്രൂപ്പിന്റെ ആത്മീയ പിതാവും രക്ഷാധികാരിയും ഷിക്കാഗോ രൂപതാധ്യക്ഷനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറ്റവും ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമാപന ആശീർവാദം നൽകുന്ന സേവ്യർ മാന്തർ അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
മിസ്യോ കുടുംബത്തിന്റെ സാരഥിയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആലിസുട്ടി ആന്റിയെയും ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന എല്ലാവരെയും, അതുപോലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ 2 നിത്യസത്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. നമ്മെ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആ സ്നേഹം പൂർണ്ണതോതിൽ അനുഭവിച്ചറിയാൻ സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥ കാരണമാണെന്നും നാം കണ്ടു. ഈ പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വയം മോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പിതാവായ ദൈവം ലോകരക്ഷകനായി സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു രക്ഷകൻ എന്ന 3ാമത്തെ നിത്യസത്യത്തെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ. ആദ്യമായി വചന പ്രഘോഷണത്തിനായി വിനി ജോഷി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈശോയുടെ ജനന സമയത്ത് ആട്ടിടയന്മാർ സ്വർഗത്തിൽ നിന്നും മുഴങ്ങിക്കേട്ട വചനമാണിത്. പാപാന്തകാരത്തിൽ മുങ്ങി സ്വയം രക്ഷിക്കാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുന്ന മാനവകുലത്തിന് മുഴുവനായി മുഴങ്ങിക്കേട്ട വചനമാണ് ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. യേശുവാണ് സാത്താന്റെ തല തകർക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് ഒരു വലിയ ജനത്തെ മുഴുവൻ ഒരുക്കി നീണ്ട കാത്തിരിപ്പിന് ശേഷം പ്രവാചകരിലൂടെ പ്രഘോഷിക്കപ്പെട്ട സത്വാർത്തയാണ് മറിയത്തിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത്. മറിയം പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ നമുക്കൊരു രക്ഷകനെ ലഭിച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് ഇപ്രകാരം പറയുന്നു, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണമെന്ന്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ദൂതൻ ജോസഫിനോട് പറയുകയാണ്. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കാനായിട്ട് കൊണ്ടുചെന്നപ്പോൾ രക്ഷകനെ കാണാതെ മരിക്കുകയില്ലെന്ന് അരുളപ്പാട് കിട്ടിയ ശിമയോൻ ദീർഘദർശി ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്ന്. അവിടെ ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന പ്രവാചകയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന യഹൂദ ജനത്തോട് ശിശുവിനെ പറ്റി അന്ന സംസാരിക്കുന്നതും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ആകാശത്തിന് കീഴെ അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമം അല്ലാതെ. യേശുവാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നു. ആ കല്ലാണ് യേശു ക്രിസ്തു. നമുക്കറിയാം, യേശു താൻ രക്ഷകനാണെന്ന് സ്വയം സാക്ഷ്യം നൽകുന്ന ഭാഗങ്ങളും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. യേശു സിനഗോഗിൽ പ്രവേശിച്ചപ്പോൾ അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കാനായിട്ട് ലഭിച്ചു. അതിൽ ഇപ്രകാരം, അത് തുറന്നപ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യേശു സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ രക്ഷകനാണെന്ന്. അതുപോലെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു തന്റെ ജനന മരണ ഉത്ഥാന സ്വർഗാരോഹണത്തോടെ നമ്മളെല്ലാവരെയും, നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മളെല്ലാവരെയും
രക്ഷിച്ച് കഴിഞ്ഞതാണ്, വീണ്ടെടുത്ത് കഴിഞ്ഞതാണെന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാം, പഴയ നിയമത്തില് ഒരു നമ്മുടെ പാപികളായ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്ത നീതിമാനായ ഒരുവൻ ബലിയാകണം. യേശുവിന് പാപമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, പഴയ നിയമത്തില് ഈ പാപപരിഹാര ബലിയായിട്ട് ഊനമറ്റ കുഞ്ഞാടിനെയാണ് ബലി അർപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഊനമറ്റ കുഞ്ഞാട് യേശുവാണ്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ യേശു നടന്നു വരുന്ന കണ്ടപ്പം പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സ്നാപയോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന്റെ സഹനത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ, അവന് ഗെത്സമനി മുതല് ഗാഗുൽത്ത വരെ അനുഭവിച്ച പീഡനങ്ങള് ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം പീഡകളാണ് യേശു അനുഭവിച്ചത്. ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു, മുൾമുടി തലയിൽ ഏറുന്നു, പീലാത്തോസിന്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന യേശു ദൈവമായിരുന്നിട്ട് യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. നമുക്കറിയാം, അവൻ ഏറ്റ ഓരോ അടിയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. യേശു ദൈവമായിരുന്നിട്ടും ആ സമാനത പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വയം തന്നെ താഴ്ത്തി, കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുവിന്റെ തിരുരക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവന്റെ തിരുരക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അപ്പൊ 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇന്ന് വരെ ഇവിടെ ജനിച്ച് മരിച്ച് കടന്നുപോയവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ഇനി അവസാനം ജനിക്കുന്ന കുഞ്ഞ് അവസാനം ചെയ്യുന്ന പാപത്തിനൂടെ യേശു 2000 വർഷം മുമ്പ് പരിഹാരം ചെയ്തു കഴിഞ്ഞു. പാപപരിഹാര ബലി കഴിഞ്ഞു. ഈശോ നിത്യമായ ഒരു ബലി അർപ്പിച്ചു. ഇനി പാപപരിഹാര ബലി ഇല്ല. യേശു തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ നമുക്ക് നവീനവും സജീവവുമായ ഒരു പാത നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാനാണ് വാതിൽ, ആടുകളുടെ വാതിൽ ഞാനാണെന്ന് ഈശോ പറയാണ്. ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈശോ നമുക്ക് അവന്റെ ജീവനും രക്തവും തന്നാണ് നമ്മളെ രക്ഷിച്ചത്. സകല പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചത്. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്. നമുക്കറിയാം, ഈശോ ഗാഗുൽത്തായിൽ മരിക്കുന്നത്, 3 ആണികളിൽ തൂങ്ങി അവസാന തുള്ളി രക്തം വരെ നമുക്ക് ചിന്തി ഈശോ മരിക്കുന്നത് എല്ലാ രക്ഷ പൂർത്തിയായെന്ന് പറഞ്ഞു. ഇതാ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാണ് മരിക്കുന്നത്. ഈ രക്ഷ പൂർത്തിയായെന്ന് പറഞ്ഞാണ് മരിക്കുന്നത്. 3-ാം ദിവസം അവൻ വിജയശ്രീയിൽ ആളിതനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈശോയുടെ ഉത്ഥാനം നമുക്ക് തരുന്നത് സന്തോഷവും സമാധാനവുമാണ് അവൻ തരുന്നത്. ഇനി നമ്മൾ ഉത്ഥാനത്തിന് മക്കളാണ്, ഈസ്റ്റർ പീപ്പിളാണ്. ഇനി ഒരിക്കലും നമ്മൾ സങ്കടത്തിലും വിഷമിച്ചും കഴിയേണ്ടവരല്ല. നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളോ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളോ ഒന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. ഈശോയുടെ ഈ ബലി, ഈ കാൽവരിയിലെ ബലിയാണ് നമ്മളെ രക്ഷിച്ചത്. അവന്റെ കുരിശാണ് നമുക്ക് രക്ഷ. അവന്റെ കുരിശിലാണ് രക്ഷ. കുരിശ് നേരത്തെ മഹത്വത്തിന്റെ അടയാളമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഈശോ കുരിശുമരണത്താൽ മരിച്ചത് കൊണ്ടാണ് നമ്മൾ കുരിശിനെ ഇപ്പം കുരിശ് മഹത്വത്തിന്റെ ചിഹ്നമായത്. നമ്മൾ വിശുദ്ധ കുരിശിന്റെ വരച്ചാണ് നമ്മൾ പ്രാർത്ഥന നമ്മുടെ ആരംഭിക്കുന്നത്. അപ്പം ഈ കുരിശ് വിശുദ്ധമായത് ഈശോയുടെ കുരിശിലുള്ള മരണം വഴിയാണ്. അവന്റെ തിരുരക്തം നമ്മളെ, പരിശുദ്ധ രക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്താണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്ക് ആദിമാതാപിതാക്കന്മാര് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ജീവൻ, നമുക്ക് പർദീസയിൽ നഷ്ടപ്പെട്ട ആ ദൈവിക ജീവൻ, നമുക്ക് ദൈവിക ജീവനും ആ സ്വാതന്ത്ര്യവും നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. ഈശോയുടെ മരണത്തിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. നമുക്ക് ആ സ്വാതന്ത്ര്യവും ആ ദൈവിക ജീവനും നിത്യജീവൻ അവകാശമാക്കാൻ
ാനായിട്ട് നമ്മുടെ ഒരാത്മാവ് പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശോ ഇത്രയും നമുക്കറിയാം ഗാഗുൽത്തായിൽ അല്ല ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ ഈ കാസ എന്നിൽ നിന്നും മാറിപ്പോകട്ടെന്ന് വരെ മാനസിക അസ്വസ്ഥത അനുഭവിച്ച് ഈശോ പ്രാർത്ഥിച്ചു. കാരണം അത്രയും കഠിന പീഡകളാണ് ഈശോയ്ക്ക് വരാനിരുന്നത് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അപ്പം അത് എന്നാലും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. പരിശുദ്ധ അമ്മയുടെ സഹകരണവും ഈശോയുടെ അനുസരണവുമാണ് ഒരാളുടെ അനുസരണക്കേട് നമ്മളെ മരണത്തിലേക്ക് നയിച്ചെങ്കിൽ ഒരാളുടെ ഈശോയുടെ അനുസരണം നമ്മളെ രക്ഷയിലേക്ക് നയിച്ചു. ഈ നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പിതാവായ ദൈവം മനുഷ്യനെ കരകയറ്റുവാൻ ഈ പിതാവായ ദൈവം കണ്ട പരിഹാര മാർഗമാണ് യേശുക്രിസ്തു. അപ്പം യേശു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ ആ സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം നമുക്ക് വീണ്ടെടുത്ത് തന്നു കഴിഞ്ഞു. എൻ്റെ ജീവിതത്തില് ഞാൻ ഈ യേശുവിന്റെ രക്ഷ അനുഭവിച്ച ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരണപ്പെട്ടു. പിന്നെ ഒരു അപ്പന്റെ സ്നേഹം കിട്ടാതെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അമ്മച്ചി വിശുദ്ധ ജീവിതം നയിച്ച ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചി എന്നും ഒരു കട്ടൻ കാപ്പിയൊക്കെ തന്ന് പള്ളിയിൽ പോകാൻ പറയുമ്പം പള്ളിയിൽ പോകും. കുമ്പസാരിക്കാൻ എന്നത് ആദ്യ കുർബാനയ്ക്ക് നാം പഠിച്ചു വെച്ച കുമ്പസാരം ഓർത്തു വെച്ച് അത് തന്നെ ആ പാവങ്ങൾ തന്നെ പറഞ്ഞ് കുമ്പസാരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈശോയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈശോയെ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ വിവാഹശേഷം എന്നെ ഒത്തിരി സഹനങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. അങ്ങനെ ഇരിക്കെ ഏകദേശം 19 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തില് ഒരു ധ്യാനം കൂടുവാനിടയായി. അവിടെ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തില് ഒരു നല്ലിടയന്റെ വലിയ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം കണ്ടതോടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നെയും ഇതുപോലെ ഈശോ തോളിലെടുക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അന്ന് ധ്യാനം തുടങ്ങി. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 3-ാമത്തെ ദിവസം എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ ഇറങ്ങുന്നത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ക്ഷമ കൊടുക്കേണ്ടവർക്ക് മനസ്സുകൊണ്ട് ക്ഷമ കൊടുത്തു. അങ്ങനെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ തുള്ളി ജലം എൻ്റെ തോളത്ത് പതിക്കുകയും ഒരു ആലിപ്പഴം വീണ അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ ഡ്രസ്സെല്ലാം നനയുകയും ചെയ്തു. അപ്പൊ അടുത്ത് നിന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭാഷാപരത്തില് സ്തുതിക്കാൻ തുടങ്ങി. അത് ആദ്യമായിട്ട് ഭാഷാപരം എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഭാഷാപരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. അന്ന് ആദ്യമായിട്ടൊരു നല്ല കുമ്പസാരം നടത്താൻ എനിക്ക് പറ്റി. ചെറുതും വലുതുമായി എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗീയ ആനന്ദം ഞാൻ ഓർക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അന്ന് ഈശോ എന്നെ തൊട്ടു, ഈശോയുടെ രക്ഷ ഞാൻ അറിഞ്ഞപ്പം അന്ന് ഒരു സ്വർഗീയമായ ഒരു ആണ് എന്നിലുണ്ടായത്. അതിനുശേഷവും എനിക്ക് സഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അതിനുശേഷമുള്ള എൻ്റെ വിശുദ്ധ ബലി അർത്ഥവത്തോടെയായി. ബലിയുടെ പ്രാധാന്യം അറിഞ്ഞ് ഞാൻ ബലി അർപ്പിക്കുന്നു. അതുപോലെ കുമ്പസാരമാണെങ്കിലും പശ്ചാത്തലത്തോടെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ജെറമ്യ 1:5 പറയുന്ന പോലെ, അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. നമ്മളെ എല്ലാവരെയും ഈശോ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മളെ ദൈവം അറിഞ്ഞ ദൈവമാണ്, നമ്മളെ രക്ഷിച്ച ദൈവമാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത്, ഈ തിക്താനുഭവങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടത് ഈശോ അവനിലേക്ക് എന്നെ അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവന്റെ സ്നേഹമായിരുന്നത് അവനിലേക്ക് എന്നെ അടുപ്പിക്കാൻ. ഞാൻ ആ ധ്യാനത്തിലൂടെയാണ് യേശുവിനെ അറിഞ്ഞത്. പക്ഷെ യേശു എന്നെ എന്നേ നേടിയിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു എന്നെ നേടിയിരുന്നു എന്ന സത്യം എനിക്ക് മനസ്സിലായി. അന്നും മുതല് എനിക്ക് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കുന്നു. അത് ഈശോയുടെ രക്ഷ അനുഭവിച്ചറിഞ്ഞു. അതുപോലെ അവൻ നൽകുന്ന ഈ സൗജന്യ രക്ഷ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ 13-ാം വയസ്സിലായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഈ സൗജന്യ രക്ഷ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് 2 വരി പാട്ട് പാടാൻ ഈ സമയം തോന്നുകയാണ്. പരിസ്ഥാത്മാവ് തോന്നിച്ചു. ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും 2 ലൈൻ.
കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒന്ന് യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ശക്തമായ വചന പ്രഘോഷണത്തിലൂടെ യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെക്കുറിച്ച് ശക്തമായ ബോധ്യങ്ങൾ തന്ന മിനി ജോഷി ചേച്ചിക്ക് ഏറെ നന്ദി. അടുത്തതായി സ്വന്തം ജീവിത അനുഭവത്തിലൂടെ കണ്ടെത്തിയ രക്ഷകനായ യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ടെസ്റ്റ് മണിക്കായി രാജേഷ് എബ്രാം ചേട്ടനെ ക്ഷണിക്കുന്നു. ആര്യ രാജേഷ് എക്സിറ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഓക്കെ, സ്ലൈഡ് പ്രസന്റേഷൻ അല്ലേ നമ്മൾ ചെയ്തത്? ഓക്കെ. അടുത്തതായി യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെ കുറിച്ചുള്ള സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. ഇതിനായി പ്രിയപ്പെട്ട ടോംസൺ ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത് ഒരു സങ്കടത്തിന്റെ വചനമായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ നിർത്തിയത് മരണത്തിന് അധീനമായി ശരീരത്തിൽ നാരെന്നെ മോചിപ്പിക്കും എന്ന് പൗലോസ്ലീഹ കരഞ്ഞു വിലപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പം മിനി ജോഷിയിലൂടെ യേശുവിന്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഒരു വചനം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കഴിഞ്ഞ ആഴ്ചയില് അയ്യോ ഞാൻ ദുർഭകനായ മനുഷ്യൻ എന്ന വേദനയോടെയാണ് നമ്മൾ അവസാനിപ്പിച്ചതെങ്കിൽ ഇന്ന് നമുക്കൊരു സദ്വാർത്ത ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ രക്ഷ. സ്വർഗത്തിൽ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ വലിയ സമ്മാനമാണ് യേശു ക്രിസ്തു. മനുഷ്യകുലം പാപാവസ്ഥയിലായി പോയി എന്ന് കണ്ടപ്പോൾ ഈ പാപാവസ്ഥയിൽ നിബന്ധിച്ച മനുഷ്യൻ സ്വയം രക്ഷിക്കാൻ അവന് കഴിവില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ വെച്ച് പർദീസായിൽ വെച്ച് തന്നെ രക്ഷക വാഗ്ദാനം നൽകുന്ന നമ്മൾ കാണുന്നു. ഇവിടെ പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും പാമ്പിനോട്, അതായത് പാമ്പിന്റെ വേഷത്തിൽ വന്ന, സർപ്പത്തിന്റെ വേഷത്തിൽ വന്ന സാത്താനോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു രക്ഷക വാഗ്ദാനം ദൈവം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അതിനുശേഷം വലിയ നീണ്ട കാത്തിരിപ്പിന് ശേഷം മിനി ഇന്ന് നമ്മളോട് പറയുകയുണ്ടായി, വലിയൊരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ഒരു സ്വരം. മനുഷ്യകുലത്തിന്റെ ആ നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവം സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെ അയച്ച് ആട്ടിടയന്മാർക്ക് നൽകുന്ന സന്ദേശമാണ് ആ വലിയ പ്രഖ്യാപനം. അത് മിനി നമ്മളോട് പറയുകയുണ്ടായി. ലൂക്കായുടെ സുവിശേഷത്തിൽ 2:10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയാണ്. ഒരു കുലത്തിന് വേണ്ടി മാത്രമല്ല, ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇനി അവിടെ 3 വാക്കുകൾ കൂടെ ഈ മാലാഖമാരുടെ പ്രഖ്യാപനത്തിൽ വരുന്നുണ്ട്. ആ 3 വാക്കുകളും യേശുക്രിസ്തുവിലൂടെ നിറവേറാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു എന്ന
എന്ന ഒരു വസ്തുതയും കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ 3 വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നമ്മൾ അവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ യോസേഫിന് നൽകുന്ന ദർശനമുണ്ടല്ലോ, ആ സ്വപ്നം. അവൾ അതായത് വിശുദ്ധ യോസേഫ് നമുക്കറിയാം കന്യക ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവളെ ഉപദ്രവിക്കാതെ, അവൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത വിധത്തിൽ അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം അവനോട് സംസാരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീതിമാനായ മനുഷ്യൻ അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് നമ്മളിവിടെ കാണുക. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം, ഒരു സ്വപ്നം യൗസേപ്പിന് നൽകുന്നത് നമ്മൾ കാണുക. അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയാണ് യൗസേപ്പ്. ഇനി ഇവിടെ ഗലാത്യ ലേഖനത്തിൽ 4:4 പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവത്തിന് ഭൂമിയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കണമെങ്കിൽ മനുഷ്യന്റെ ഒരു സഹകരണം ആവശ്യമുണ്ട്. സഹകരിക്കാൻ തക്ക വിധത്തിൽ ഒരു ജനത്തെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാനുള്ള ഒരു വലിയ നീണ്ട സമയമാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് മറിയം ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സമയം വന്നപ്പോൾ കാലസമ്പൂർണതയായി. മറിയത്തിന്റെ സമ്മതത്തിൽ കാലസമ്പൂർണതയായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പൗലോസിലെ പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. അങ്ങനെ ഭൂമിയിലേക്ക് സ്വർഗം കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 28-30 വചനങ്ങളിൽ നമ്മൾ കാണുന്നു. ശെമയോനും അന്നായും ആ ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നും, ശെമയോൻ യേശുവെ കരങ്ങളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണമുണ്ട്. കാരണം അവിടെ ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ജെറുസലേമില്, അതായത് യേശുവിൽ പിതാവിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ, നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ഒരു പ്രഖ്യാപനം നടത്തുക. അവിടെ നോക്കിയ എത്ര സന്തോഷത്തോടു കൂടിയാണ് ശിമിയോൻ അത് പറയുന്നത്. അപ്പോ ഈ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈശോ നമുക്കറിയാം വളർന്നു വന്നതിന് ശേഷം സിനഗോഗുകളിലും ഒക്കെ പോവുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് ഒരു വചനഭാഗം വായിക്കാൻ ലഭിക്കുക. അതായത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഈശോയ്ക്ക് വായിക്കാനായിട്ട് നൽകുമ്പോൾ അതിന്റെ 61-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഈശോ വായിക്കുന്നത്. അപ്പൊ തന്നെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യം യേശു സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കുക. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടരുന്ന ആ വചനഭാഗങ്ങൾ വായിച്ചിട്ട് ഈശോ അവിടെ ഒന്ന് ഇരുന്നിട്ട് അപ്പോൾ തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുക. ഒരു പ്രഖ്യാപനമാണ് അവിടെ ഈശോ നടത്തുന്നത്. നമ്മൾ പറയാ ഒരു നയപ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞതുപോലെ ആണ് അവിടെ ഈശോ അത് പറയുന്നത്. അതുപോലെ താനാണ് രക്ഷകൻ എന്ന് ഈശോ സാക്ഷ്യം നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10:9 പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക. അപ്പം യേശുവിനെ കുറിച്ച് പറയുന്ന ആ പ്രവചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശു തന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ ഈശോ പറയുക, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുക. അപ്പൊ താനാണ് രക്ഷകൻ എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. യേശു ക്രിസ്തുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമായി. അകന്നുപോയി, മനുഷ്യകുലം മുഴുവനും അകന്നുപോയി
ഭൂമിയും അകന്നുപോയി. ഭൂമിയും എന്താ പറയാ, ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി ശപിക്കപ്പെട്ടതായി തീർന്നു മനുഷ്യൻ മൂലം. അപ്പൊ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ നൽകുന്നതിന് വേണ്ടി ഈ അനുരഞ്ജനം സാധ്യമാക്കിയത് യേശുക്രിസ്തുവിലൂടെയാണ്. അതാണ് കൊളോസ്യ ലേഖനത്തില് 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം ഇവിടെ കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും തന്നെയാണ് കേട്ടോ. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ ആ സമ്മാനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ വചനങ്ങളിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന അതിന്റെ കോർ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പുനഃസ്ഥാപനം യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുന്നത് ഇവിടെ പറയുക. അപ്പം സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഇനി ദൈവവുമായി അനുരഞ്ജിപ്പിക്കാത്തതായ ഒരു വസ്തുവും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു വസ്തുവിനെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. ഇനി എഫെസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നു. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. പാപം ചെയ്ത് പാപത്താൽ അകന്നുപോയ, ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന ഒരു ജനം ഇപ്പോൾ നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. അതെങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ രക്തം വഴിയായി. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇരുകൂട്ടരെയും എന്ന് പറയുമ്പോൾ വിജാതീയരും സജാതീയരുമായ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും വിജാതീയരുമായ എല്ലാവരും തമ്മിലുണ്ടായിരുന്ന ആ അകൽച്ചയെല്ലാം മാറ്റി ശത്രുതയുടെ മതിലുകളൊക്കെ തകർത്ത് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിച്ചു. കാരണം അവൻ സമാധാനമാണ്. അവനാണ് നമ്മുടെ സമാധാനം. കൽപ്പനകളുടെയും എന്ന് പറഞ്ഞാൽ ഈ വേർതിരിവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ എല്ലാ ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി എന്ന് വചനം നമ്മോട് കൃത്യമായി പറയുക. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത്. ഈ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം അതെല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് യേശു ഒരു പുതിയ മാനം മനുഷ്യകുലത്തിന് നൽകുകയാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് അല്പം കൂടെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞു വെക്കുക. ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി. ഇത് പുതിയ ട്രാൻസ്ലേഷൻ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ നമ്മുടെ POC ബൈബിളിൽ കാണാത്ത, എന്നാൽ POC ഇപ്പൊ ഇറക്കിയിരിക്കുന്ന പുതിയ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പുതിയ ട്രാൻസ്ലേഷൻ ആണിത്. അപ്പൊ ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത്. നോക്കിയേ, യേശുക്രിസ്തുവിലൂടെയാണ് പുതിയ മനുഷ്യരായ രൂപം നൽകുന്നത്. തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരായി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച്, നോക്കിയേ, തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഒരു ശരീരത്തിൽ അവന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. നോക്കിയേ, അപ്പൊ അങ്ങനെയാണ് അനുരഞ്ജനം പൂർത്തിയാകുന്നത് യേശുക്രിസ്തുവിലൂടെ, തന്റെ ശരീരത്തിലൂടെ. ഇനി അതാണ് ഇവിടെ ഹെബ്രായ ലേഖനം പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ, ഇതും പുതിയ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ്, പഴയ ട്രാൻസ്ലേഷനിൽ ശരീരമാകുന്ന വിരിയിലൂടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ എന്നാണ് യഥാർത്ഥത്തിലുള്ള അതിന്റെ ട്രാൻസ്ലേഷൻ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ, അവന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ, അവന്റെ ശരീരം കീറിമുറിക്കപ്പെട്ട് അവൻ കാൽവരിയിൽ മരിച്ച ആ സമയത്താണ് ഈ ദേവാലയത്തിന്റെ തിരശ്ശീല മുറിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ അത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഒരു വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാൻ സാധ്യമായിരുന്ന ആ വിശുദ്ധ സ്ഥലത്തേക്ക് ഉള്ള പ്രവേശനം എല്ലാവർക്കും സാധ്യമാക്കി യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ. അതാണ് തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ. അതുകൊണ്ടാണ് തിരശ്ശീല കീറി മാറ്റപ്പെട്ടത്. ഇപ്പോ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് അവന്റെ യോഗ്യതയാൽ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഇനി മുമ്പോട്ട് കാണുമ്പോൾ അത് മനസ്സിലാകും. ഇനി യേശുക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി. അതുപോലെ യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം സാധ്യമാക്കി. പാപപരിഹാരം യേശുക്രിസ്തുവിലൂടെയാണ്. കാരണം ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണമെന്നുള്ള നിയമം ഇരിക്കുമ്പോൾ
അത് നമുക്കിവിടെ കാണാം. ലേവ്യരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 6-7 അധ്യായങ്ങളിലും ഈ മനുഷ്യന്റെ പാപപരിഹാര ബലിയെക്കുറിച്ചാണ് അവിടെ വിശദമായി പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ആ ബലിയെക്കുറിച്ച് പറയുന്നിടത്ത് ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഊനമറ്റ കുഞ്ഞാട് ആണ് യേശു ക്രിസ്തു. ഇവിടെ യോഹന്നാൻ മിനി അത് പറയുകയുണ്ടായി. സ്നാപ യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഈശോ നടന്നു വരുന്ന കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ കസിനാണെന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയില്ല. പക്ഷെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ പരിചയപ്പെടുത്തി. കാരണം പ്രവാചകനും അതുപോലെ തന്നെ പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ളവനുമായ സ്നാപക യോഹന്നാൻ ആധികാരികമായി പറയുക ഊനമറ്റ കുഞ്ഞാട് ദേ വരുന്നു എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് പാപപരിഹാരം യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടൽ ആവശ്യമാണ് മനുഷ്യകുലത്തിന്റെ മുഴുവനും രക്ഷയ്ക്കായി. അതാണ് 1 കൊറിന്ത്യർ 7:23 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇവിടെ ഈശോ ഒരു കാര്യം പറയുന്നു. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം നമുക്കറിയാം. ജെറുസലേം പ്രവേശനത്തിന് ശേഷം ശിഷ്യന്മാരെ യേശു തന്റെ മരണത്തിന് ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈശോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും, താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഈശോ പ്രഖ്യാപിക്കുക അവിടെ. അതായത് അവരെ ശിഷ്യന്മാരെ ഒന്ന് ഒരുക്കുക, കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരെ. നമുക്കറിയാം ഈശോ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പത്രോസ് ചാടിക്കേറി അത് വേണ്ട എന്നൊക്കെ പറയുന്നതും സാത്താനെ എന്ന് വിളി കേൾക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ കൃത്യമായി പറയുക, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്, ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തിന്റെ അധികാരം ആർക്ക് നൽകപ്പെട്ടുവോ അവര് എന്ന് പറഞ്ഞാൽ ആദത്തിന് സർവ്വ അധികാരവും നൽകിയിരുന്നു. പക്ഷേ ആദ്യ മാതാപിതാക്കൾ ഈ സർവ്വ അധികാരവും കൊണ്ടുപോയി സാത്താന്റെ കക്ഷത്തിൽ വെച്ചു കൊടുത്തത് കൊണ്ട് ഈ അധികാരം മുഴുവനും അവൻ്റെതാണെന്ന് ഈശോയുടെ പറയുക. ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്നത് അങ്ങനെയാ. അപ്പൊ ഈ ലോകത്തിന്റെ അധികാരി ഈ 14-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വചനത്തിൽ പറയുന്നു, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിന്റെ അധികാരി ഈ യേശുവിനെ, അതായത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ, ദൈവത്തിന്റെ രൂപസാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യകുലത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ തന്നെ ദൈവപുത്രനായ യേശുവിനെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ എങ്ങനെ ഈ മനുഷ്യ ശരീരത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് പല വിധത്തിൽ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷ മുതൽ അതുപോലെ തന്നെ സദുക്കാരുടെ വേഷത്തിലും ഫരിസേയരുടെ വേഷത്തിലും നിയമജ്ഞരുടെ വേഷത്തിലും ഒക്കെ പല വേഷത്തിൽ അവനെ പരീക്ഷിക്കാനായി വരുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളിൽ ഒന്നും യേശു വീണില്ല. പല വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അവൻ അതിലൊന്നും വീണില്ല. അതുകൊണ്ട് തന്നെ ഈശോ ആധികാരികമായി പറയുക, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയുകയാണ്. കൃത്യമായിട്ടും പറഞ്ഞ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കാണുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. വെളിപാട് 12:10 നമ്മുടെ അടുത്ത സ്ക്രീനിൽ നമ്മളത് കാണും. ഇവിടെ കീഴോട്ട് നോക്കി നിൽക്കുന്ന, അതായത് മനുഷ്യകുലം മുഴുവനും പാപത്തിന്റെ അന്ധകാരത്തിലായി പോയപ്പോൾ ഇവരെല്ലാവരും തിന്മ ചെയ്തു, ഒരുവൻ പോലുമില്ല പാപം ചെയ്യാത്തവൻ, നീതിമാനായ ആരുമില്ല, അതുകൊണ്ട് ഇവരെല്ലാം മരിക്കണം എന്ന് പറഞ്ഞ് ദൈവസമക്ഷം പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്താൻ, ആ സാത്താനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാല് പാപത്തിന്റെ ആ വേദനയിൽ പ്രയാസപ്പെട്ട് തലകുനിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നു. എന്നാൽ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പിതാവിങ്കിലേക്ക് നോക്കി നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. അതായത് ദൈവത്തിന്റെ സമക്ഷത്തിൽ മനുഷ്യകുലത്തെ മുഴുവനും പഴി പറഞ്ഞിരുന്ന സാത്താനെ വലിച്ചെറിയുന്ന ആ ഒരു രംഗം ഉണ്ടായത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് വരാനുള്ള സന്നദ്ധത മൂലമാണ്. അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും ആ സമാനത അവൻ നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം ധരിച്ച് ഭൂമിയിലെത്തി നമ്മളിൽ ഒരാളായി, ഇനി നമ്മൾ ആരും ഏറ്റെടുക്കാത്ത വിധമുള്ള ഒരു നീചമായ മരണം ഏറ്റെടുത്തുകൊണ്ട് സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും തന്റെ പരാജയം കൊണ്ട് പരാജയപ്പെടുത്തി വിജയം നേടിയവനാ. ഈ ലോകത്തിന്റെ സകല പരാജയങ്ങളെയും യേശു തന്റെ പരാജയം കൊണ്ട് പരാജയപ്പെടുത്തി വിജയം നേടി സാത്താന്റെ സകല കുതന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ചതാണ്. അതാണ് ഇത് ഈ വചനത്തിൽ പറയുന്നത്.
സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എപ്പോഴാണെന്നറിയോ? എപ്പോൾ മുതലാണെന്നറിയോ? കാൽവരിയിൽ യേശു മരണപ്പെട്ട സമയം മുതൽ. അവൻ കാൽവരിയിൽ മരണപ്പെട്ട സമയത്ത് ഈ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതുകൊണ്ടാണ് ഈശോ മരിച്ച സമയത്ത് വലിയ ഭൂകമ്പവും പ്രയാസവും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ദൈവസമക്ഷം നമ്മളെ പഴി പറഞ്ഞുകൊണ്ടിരുന്ന സാത്താനെ വലിച്ചെറിഞ്ഞു സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ട് ഇനി അവൻ അവിടെ യാതൊരു രക്ഷയുമില്ല. ഈശോ എല്ലാ ദൈവം ഏൽപ്പിച്ച, പിതാവായ ദൈവം ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ തന്റെ ദൗത്യങ്ങൾ മുഴുവൻ പൂർത്തിയായപ്പോൾ ഒരു കാര്യം സാധ്യമായി. എന്താണെന്നറിയോ? ഈ ലോകത്തിന്റെ അധികാരി എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടു. സാത്താന്റെ തല തകർക്കപ്പെട്ടു. അങ്ങനെ അവൻ പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു. ഇനി ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവന് എന്താ പറയാ, പുതിയ ജീവിതമാണ്. അവന് ശിക്ഷാവിധി ഇല്ല എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവനാണ്. ഇവിടെ ജീസസ് ഡൈഡ് ഫോർ മീ, ദ ലീസ്റ്റ് ഐ ക്യാൻ ഡു ഈസ് ലിവ് ഫോർ ഹിം എന്ന് പറയുന്നു. നമുക്ക് ഒരു വചനം കൂടെ വരിക, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ പാപികളെ, നീതിമാന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറായിരിക്കാം, പക്ഷേ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. തന്റെ പുത്രനെ നമുക്ക്, ഞാനൊരു അപ്പനാണ്, എന്റെ അയൽവക്കത്തുള്ള ആരെയെങ്കിലും ജയിലിൽ കിടക്കുന്നു, അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എന്നോട് പറയുക എന്റെ മകനെ ജയിലിൽ വിട്ടാൽ ആ ആളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? തീർച്ചയായിട്ടും ഞാൻ പറയും അതിന് സാധ്യമല്ല എന്ന് പറയും. നമുക്ക് ഒരു നീതിമാനായ മനുഷ്യനെ രക്ഷിക്കാൻ പോലും നമുക്ക് നമ്മുടെ പുത്രനെ ബലി കഴിക്കാനോ അല്ലെ അവനെ നഷ്ടപ്പെടുത്താനോ നമ്മൾ തയ്യാറാകില്ല. അങ്ങനെ ഇരിക്കുകയാണ് പാപികളായി നമ്മെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ കീറിമുറിച്ച് അവനെ നമുക്ക് ഭക്ഷണമായി നൽകിയിരിക്കുക. നിങ്ങൾ നിത്യവും ഭക്ഷിക്കുക, എന്നിട്ട് നീ എന്റേതായി മാറ്, നീ എന്റെ മകനെ പോലെ യേശുവിനെ പോലെ ആക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ദൈവശാസ്ത്രം മറ്റെങ്ങും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇതാണ് നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിക്കാൻ തന്റെ സ്വപുത്രനെ വിട്ടുകൊടുക്കുന്ന ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും, നമുക്കറിയാം ഇവിടെ 1 പത്രോസ് 3:18 പറയുക, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ഒരു കുഞ്ഞു കഥ, ഒരു കള്ളക്കഥ ഞാൻ പറയുക, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങളോട് പറയുക, അതായത് നമ്മുടെ യുവാക്കളായിട്ടുള്ള കുറച്ചു പേര് അവിടെ നമ്മുടെ ഇടവകയിലുണ്ട്. ആ ഇടവകയിലുള്ള യുവാക്കളോട് അച്ഛൻ പറയുകയാണ്, നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ ഈ കൊടുത്ത അസൈൻമെന്റ് ഒക്കെ പൂർത്തിയാക്കുവാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഇവിടെ കൊണ്ടുപോകാം, വിശുദ്ധ നാട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് കളക്ട് ചെയ്ത പൈസയൊക്കെ പിള്ളേരെ അടുത്ത് കാണിച്ചു. എന്റെ കയ്യിൽ 1 കോടി രൂപയോളമുണ്ട്, നിങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള കാശുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പിള്ളേരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം പിള്ളേർ ഇതെല്ലാം ചെയ്തു. അതിനുശേഷം പിള്ളേർ വലിയ സന്തോഷത്തോടുകൂടി വിശുദ്ധനാട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, എന്റെ പൊന്നുമക്കളെ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ ഇത് വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ കളക്ട് ചെയ്ത പൈസയാന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഇങ്ങനെ മേശപ്പുറത്ത് എടുത്തു വെച്ചിരിക്കുക അച്ഛൻ. അപ്പൊ ഇതിൽ ഒരു കുരുനകരി, ഒരു ചെറുക്കൻ എന്ത് ചെയ്യുന്നറിയോ, അവന്റെ കയ്യിൽ ഇരുന്ന് കത്തി എടുത്തിട്ട് അച്ഛനെ കുത്തി. കാരണം അച്ഛൻ എന്ത് ചതിവ് കാണിച്ചില്ലേ, അച്ഛൻ ചതിവ് കാണിച്ചെന്ന് പറഞ്ഞ് അച്ഛനെ അവൻ കുത്തിയിട്ട് അവൻ അവിടുന്ന് ഇറങ്ങി ഓടുക. ഇവരെല്ലാം കൂടെ ആ പൈസ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ നാട് വിട്ടു. അവരെല്ലാം കൂടെ ഡൽഹിക്ക് പോയി. എന്നിട്ട് ഈ ഇറങ്ങി വരുന്ന വഴിക്ക് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാല് എന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുവന്ന്, എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് ഈ കത്തി ഇട്ടിട്ട് അവര് പോയി. ഞാൻ ഈ കത്തി പോയി എടുക്കുകയും ചെയ്തു. എന്റെ കൈവിരലൊക്കെ അവിടെ പതിയുകയും ചെയ്തു. തൊണ്ടി സഹിതം എന്നെ പിടിച്ചുകൊണ്ട് പോയി പോലീസ്. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അപ്പം എനിക്കറിയാം ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷെ എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോ അവരെല്ലാരും രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയല്ലേ, വളരെ പെട്ടെന്ന് കാരണം ഒരു വൈദികനെ കുത്തിക്കൊന്നതല്ലേ, അപ്പൊ എന്നെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഞാൻ മരിക്കാൻ വേണ്ടി എന്നെ മരണശിക്ഷയ്ക്ക് വിധിച്ച് അങ്ങനെ ഒരു വാർത്ത ഇവര് ഡൽഹിയിൽ ഈ അടിച്ചു പൊളിച്ച് നടക്കുന്ന പിള്ളേര് കേട്ടപ്പോൾ അതിൽ ഈ കുത്തിയവന് ഒരു മനപ്രയാസം വന്നു. അയ്യോ, ഞാനാണല്ലോ ചെയ്തത്,
അപ്പം എനിക്ക് വേണ്ടി വേറൊരാൾ മരിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവന് സങ്കടം വന്നിട്ട് അവൻ ഗ്യാങ്ങിലുള്ളവരോട് പറഞ്ഞു, ഞാനൊന്ന് നാട്ടിൽ പോവുക, ഞാൻ പോയിട്ട് ഉള്ള സത്യം പറയാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, മിണ്ടിപ്പോയേക്കരുത്, നീ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ എല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവനൊന്ന് മൗനമായിട്ട് അവിടെ ഇരുന്നു. പക്ഷെ ഒരു ദിവസം അറിയുകയാണ് ഈ എന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്ന് അവരറിഞ്ഞു. അങ്ങനെ വന്നപ്പം ആരോടും മിണ്ടാതെ ഈ പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി. അവൻ തിരുവനന്തപുരത്ത് വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ കാണുന്നത് അന്തിപത്രത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ ശിക്ഷ നടപ്പാക്കുന്നു എന്ന്. അവൻ ഓടിപ്പിടിച്ച് ഈ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഓൾറെഡി ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു, ഞാൻ തൂക്കിലേറ്റപ്പെട്ട് കഴിഞ്ഞു, മരണം അടഞ്ഞു കഴിഞ്ഞു. അപ്പോ ജഡ്ജിയുടെ അടുത്ത് പോയി അലറി വിളിച്ചുകൊണ്ട് ഇവൻ പറയുക, ഞാനാണ് കാരണക്കാരൻ, ഞാനാണ് ഈ കൊലപാതകം ചെയ്തത്, ടോമി ചേട്ടൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചു പറഞ്ഞത് കൊണ്ട് ശിക്ഷ അവന്റെ മേൽ ശിക്ഷ പോവുകയില്ല. കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവനോട് ജഡ്ജി പറഞ്ഞു, ഇനി ഒന്നും മിണ്ടണ്ട, നീ പൊയ്ക്കൊള്ളുക, നീ സ്വതന്ത്രനായി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുക. അവൻ കുറ്റം ഏറ്റെടുത്തെങ്കിൽ പോലും, കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പാപികൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിക്കുകയാണ്. അവൻ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തു ബലിയർപ്പിച്ചു. യേശുവിനെ ദൈവം ഉയർപ്പിച്ചത് കൊണ്ട് ഈ കൊല ചെയ്ത പയ്യനും അവന്റെ കൂടെയുള്ള ഗാങ്ങും അവരെല്ലാവരും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. തന്നെയല്ല, യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചത് കൊണ്ട് ഞാൻ മരിച്ചങ്ങ് പോവുകയാണെങ്കിൽ അവർക്ക് എന്നും സങ്കടമായിരിക്കും. പക്ഷെ ആ സങ്കടമില്ലാത്ത വിധം യേശുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. നമ്മൾ എല്ലാവരും എന്നും ദുഃഖിതരായിരിക്കാൻ വേണ്ടി, അങ്ങനെ ദുഃഖിതരായിരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവനെ ഉയർപ്പിച്ച് നമ്മെ നീതീകരിക്കുക. ഇനി താഴെ കാണുന്നു, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. നോക്കിയാൽ എത്രമാത്രം വലിയ അപരിമയമായ സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് നോക്കുക. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഈ കുരിശിൽ കിടക്കുന്നത് പാപമാണ്, പാപം മരിക്കണം. അപ്പം യേശുക്രിസ്തുവിന് നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഒരു സംഗതി കാണുന്നുണ്ട്. അവിടെ പുരോഹിതനായ അഹ്റോൻ ഒരു കുഞ്ഞാടിന്റെ തലയില് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങളും കൂടെ കെട്ടിവെച്ച് ആ കുഞ്ഞാടിനെ അവിടുന്ന് ഊനമറ്റ കുഞ്ഞാടിനെ കൊണ്ടുവരണമെന്നും ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ പാപങ്ങളും അതിന്റെ മേൽ എന്താ പറയാ ചാർത്തണമെന്നും അതിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് തന്നെയാണ് അതിന്റെ റിസംബ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ കാണുന്നത്. അന്നത്തെ മഹാപുരോഹിതനായ അഹ്റോൻ അന്ന് അങ്ങനെ ചെയ്തുവെങ്കിൽ ഈ കയ്യഫാസ് എന്ന് പറയുന്ന ആള്, അന്നത്തെ ഇസ്രായേലിലെ പുരോഹിതനായിരിക്കുന്ന ആള് പറയുക, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിക്കുന്നത് ഉചിതമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ തലയിൽ ഈ പാപം മുഴുവനോട് കെട്ടിവെച്ച് അവൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കിടക്കുമ്പോൾ അവൻ പാപമാണ്, ആ പാപം മരിക്കണം. ആ പാപം മരിച്ചു. അതുകൊണ്ടാണ് ഏലേൽ അൽ സബക്താനി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത്. യേശു വിളിച്ചു പറഞ്ഞ് കരഞ്ഞതൊക്കെ അതുകൊണ്ടാ. പിതാവിൽ നിന്ന് വേർപെട്ടു. കാരണം പിതാവിൽ ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞവൻ പിതാവിൽ നിന്ന് വേർപെടുന്ന ഒരു സമയത്ത് മാത്രമേ മനുഷ്യകുലത്തിന് വേണ്ടി പാപമായി മാറാൻ പറ്റൂ. ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന സമയത്ത് പാപമാകാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് വേർപെട്ടവൻ പാപമായി മാറി. ആ പാപമാണ് കുരിശിൽ മരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗലാത്യ ലേഖനത്തില് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാ: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. അവൻ പാപമായി മാറി. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. കൊളോസ്യ ലേഖനത്തിൽ 1:13 ഇപ്രകാരം പറയുന്നു: അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. പിതാവായ ദൈവം നമ്മെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് യേശുക്രിസ്തു വഴിയാ. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. നോക്കിയേ, എത്ര വലിയ സ്നേഹമാണെന്ന് നോക്കുക. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യം എന്ന് പറയുന്ന അവൻ ഭൂമിയില് ആയിരുന്നിടത്തോളം കാലം അവൻ ഈ ഭൂമിയിൽ പ്രഘോഷിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ആ രാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുക. പാപികളായി നമ്മളെ വിമോചിപ്പിച്ച് നമ്മെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നു 1 യോഹന്നാൻ 2:2 മിനി അത് പറയുകയുണ്ടായി. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്.
നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇവിടെ അവൻ പാപപരിഹാര ബലിയാണെന്ന് പറയുന്ന കൂടെ തന്നെ അടുത്ത വചനത്തിൽ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എല്ലാവരോടും പ്രഘോഷിക്കേണ്ടത് ആവശ്യം കൂടെ അവിടെ പറയുകയാണ്. ഇനി 1 യോഹന്നാൻ 1:7 പറയുക, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അവന്റെ രക്തം വഴിയാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഈ മരണത്തിന്മേൽ അധികാരമുള്ള, അതാണ് എബ്രായ ലേഖനം 2:15 പറയാം, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. ഇനി മരണഭയത്തിൽ കഴിയേണ്ടവരല്ല, നമ്മൾ കരഞ്ഞു ക്രിസ്ത്യാനികളായി കഴിയേണ്ടവരല്ല. കാരണം യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. അതൊന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട നന്മയെല്ലാം ഒന്ന് സ്വന്തമാക്കാനാണ് ഈ ആഴ്ചയിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടായിരിക്കണം ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞു, യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം സാധ്യമാക്കി. കാരണം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതോടുകൂടി, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൗൺസിലിങ്ങിന് വിളിച്ചൊരു പയ്യൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, 10-12 വർഷം മുമ്പ് അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ബൈക്ക് പെട്ടെന്നൊരു ബ്രേക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ, ഇറക്കത്തിലായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ബ്രേക്ക് ചെയ്തപ്പോഴേക്കും അവന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന ആള് മുമ്പിലേക്ക് തെറിച്ച് തലയടിച്ച് വീണ് ഓൺ ദ സ്പോട്ടിൽ ആള് മരിച്ചു. അവൻ ആ 12 വർഷമായിട്ട്, അവനെന്നെ വിളിക്കുന്നത് 2-3 വർഷം മുമ്പാണ്, 12 വർഷമായിട്ട് അവൻ ആ സങ്കടം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. കാരണം എന്താ, അവന്റെ തെറ്റുമൂലം ഒരാൾ മരിച്ചു എന്നുള്ള വലിയ വേദനയില്ല. അപ്പൊ ഞാൻ അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പ്രത്യേകിച്ചും ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് വലിയ സമാധാനമായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ നമുക്ക് വേണ്ടി അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ സങ്കടമായിരുന്നേനെ. എന്നാൽ മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വലിയൊരു കാര്യമായി ചെയ്തത്. നമ്മളെ നീതീകരിച്ചു. നമ്മുടെ ആ ദുഃഖത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നമ്മളെ നീതീകരിച്ചു. ഇനി എന്നും നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കേണ്ട. കാരണം പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചുകൊണ്ട് അവനെ നമ്മുടെ കർത്താവാക്കി മാറ്റി, നമ്മുടെ ഉടമസ്ഥനാക്കി അവൻ മാറ്റി. കാരണം ഞാൻ മരിക്കേണ്ടടുത്ത് മരിച്ചവൻ ജീവിച്ചു വരുമ്പോൾ എന്റെ ജീവന്റെ ഉടമസ്ഥൻ അവനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ വചനം പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത്. അതുവരെയും ഈശോ അങ്ങനെ പറഞ്ഞിരുന്നില്ല. നമുക്കറിയാം, മലയിൽ കൊണ്ടുപോയി ഈശോയെ നിർത്തിയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട്, ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട്, ഇതെല്ലാം നിനക്ക് തരാം എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. സാത്താനോട് പിന്നെ ഈശോ പറഞ്ഞില്ല, ഇതെല്ലാം എന്റെ പിതാവിന്റെ, എന്റെ അപ്പന്റെ ആണെന്ന് ഈശോ പറഞ്ഞില്ല. കാരണം അപ്പൻ ഇത് ആരെ ഏൽപ്പിച്ചുവോ അവരിത് കൊണ്ടുപോയി സാത്താനെ ഏൽപ്പിച്ചു എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ട് ഈശോ അങ്ങനെ പറഞ്ഞില്ല. തന്റെ രക്തം കൊടുത്ത് വില നൽകി അത് തിരികെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഈശോ പറയുക, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തില് 14:9 പറയുന്ന ഇപ്രകാരമാണ്, മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ്. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കാം. ഈ ലോകത്തിൽ ജനിച്ചു മരിച്ച സകല ആളുകളുടെയും ഉടമസ്ഥൻ, അവരുടെ എല്ലാം ജീവന്റെ ഉടമ. കാരണം അവരെല്ലാം രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെയാണ്. അവരുടെ എല്ലാം ജീവന്റെ ഉടമയായി ഈശോ മാറി. ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും അതിനുവേണ്ടിയാണെന്നാണ് പൗലോസ് സംയുക്തമായിട്ട് ഈ റോമർക്ക് ലേഖനത്തില് പ്രസ്താവിക്കുന്നത് എന്ന് നമ്മൾ കാണുക. ഇനി അവനിലൂടെ സൗജന്യമായ നീതീകരണവും രക്ഷയും നമുക്ക് ലഭിക്കുന്നു എന്നും കൂടെ റോമർക്ക് ലേഖനത്തിൽ പറയാം. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. സകല ക്രോധങ്ങളിൽ നിന്ന്, സകല നിയമത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും, സകല പീഡകളിൽ നിന്നും എല്ലാം യേശുക്രിസ്തു വഴി നാം രക്ഷിക്കപ്പെട്ട് സൗജന്യമായ നീതീകരണം, നമുക്ക് സൗജന്യമായ നീതീകരണമാണ് അവിടുന്ന് നൽകിയത്. അതാണ് ഈ റോമർ 3:24 പറയുന്ന, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നാം എല്ലാവരും നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. ഇനി നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടും വേദനിച്ചും പ്രയാസപ്പെട്ടും ഇങ്ങനെ കരഞ്ഞു ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കരുത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടെ അത് പറയാം. മരണവാശത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി. അവൻ സകലത്തിന്റെ ഉടമസ്ഥനായി. എന്റെ ജീവന്റെ ഉടമസ്ഥൻ അവനാ, ഞാനല്ല, അവനാണ് എന്റെ ഉടമസ്ഥൻ. അവൻ എന്റെ കർത്താവായി. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉടമസ്ഥൻ, ഉടയവനാണ്. അപ്പം മിനി അത് പറയുകയുണ്ടായി, നമ്മൾ ഉദ്ധിത ക്രിസ്ത്യാനികളാണ്, നമ്മൾ ഉത്ഥാന ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കേണ്ടവരാ. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടവന്റെ കൈപിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി യേശു സ്വർഗത്തിലെത്തി മഹത്വീകരിക്കപ്പെട്ടവൻ മിശിഹായി, ക്രിസ്തുവായി, അഭിഷിക്തനായി ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കരേറി
അവൻ മഹത്വീകരിക്കപ്പെട്ടു. പിതാവിന്റെ വലതുഭാഗത്ത് എന്നേക്കും നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുക. നമുക്ക് വേണ്ടി എന്നേക്കും ഒരു മധ്യസ്ഥനായിട്ട് അവൻ അവിടെ ഉണ്ട്. അപ്പോൾ അവന്റെ അടുത്ത് സകലത്തിനും ഉത്തരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ജീവിതത്തിന്റെ സകല ഉത്തരങ്ങളും തേടി അവന്റെ അടുത്തേക്ക് മാത്രം നമ്മൾ പോയാൽ മതി. യേശു ക്രിസ്തുവാണ് മധ്യസ്ഥൻ. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. 1 തിമോത്തി 2:5 പറയുക, പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് കൊടുത്ത ഉപദേശങ്ങളിൽ പറയുക, ഒരൊറ്റ മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. യോഹന്നാൻ ശ്ലീഹായും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യവർഗം മുഴുവന്റെയും രക്ഷയാണ് ആവശ്യം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നീതീകരണം നമുക്ക് നൽകി, കൂടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകി. യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഉത്ഥിത ക്രിസ്ത്യാനികളുടെ അടയാളം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചു, നയിച്ചു, എത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഗലാത്യ ലേഖനത്തിൽ 5:1 പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. യേശുവിലൂടെയുള്ള രക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ന് നമുക്ക് വലിയ സന്തോഷമാണ്. 2 ദിവസം കഴിയുമ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടുക. എന്നിട്ട് വീണ്ടും നമ്മൾ കരയാൻ തുടങ്ങും. പിന്നെ നമ്മളുടെ കരച്ചിൽ പിടിച്ചിട്ട് ആരംഭിക്കും. പൗലോസ് പറയുക, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക. ഇനി അടിമത്തത്തിന്റെ നുഖത്തിന് നിങ്ങൾ വിധേയരാകരുത് എന്ന് കൃത്യമായി പറഞ്ഞു തരിക നമ്മളോട്. സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇനി യാക്കോബ് ശ്ലീഹ പറയുക 1:25 പറയുന്നു, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ വളരെ കൃത്യമായിട്ട് പറയുക, സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈ സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അത് സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകുമെന്ന് പറയുക. അങ്ങനെ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായി ആസ്വദിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകുമെന്നും കൂടെ വചനം നമ്മളോട് പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു സദ്വാർത്ത, ഒരു രക്ഷാകര വാർത്ത നമ്മുടെ മുമ്പിലുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടിൽ നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്ന കാര്യം നമ്മുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതണം, ഉറപ്പിക്കണം. എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം, സ്വാതന്ത്ര്യത്തോടെ. ഇനി ഈ യേശുക്രിസ്തുവിനോട് നൽകപ്പെട്ട രക്ഷ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാമെന്നൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം. യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ രക്ഷയുടെ ആഴവും പരപ്പും ഒക്കെ ആസ്വദിക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, പൗലോസ് അങ്ങനെ പറയുന്നത്, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നാണ്. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ സമൂഹമായിട്ട് ജീവിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ ആഴ്ച മുഴുവനും നമ്മളെ അങ്ങനെ ആ ഒരു വികാരം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ, എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ പ്രഘോഷണം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായി ദൈവവചനങ്ങളിലൂടെ യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കി തന്ന ടോമിച്ചൻ ചേട്ടന് ഏറെ നന്ദി. അടുത്തതായി സ്വന്തം ജീവിതാനുഭവത്തിൽ കണ്ടെത്തിയ യേശു രക്ഷകനെ നമ്മളുമായി പങ്കിടാൻ ടെസ്റ്റ് മണിക്കായി രാജേഷ് എബ്രഹാം ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് രാജേഷ് എബ്രഹാം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ താമരക്കുന്ന് ഇടവകയിലാണ് താമസം. സങ്കീർത്തനം 119:71 പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, ദുരിതങ്ങളുടെ ആഴക്കയത്തിൽ അകപ്പെട്ടു പോയപ്പോഴാണ് യേശുക്രിസ്തു എന്ന ഏക രക്ഷകനെ ഞാനും കണ്ടുമുട്ടുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, എന്റെ ചെറുപ്രായം തൊട്ടേ ദൈവം ഉണ്ടോ എന്നുള്ളൊരു സങ്കല്പം എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തികഞ്ഞ ഒരു ഭക്തനായിരുന്നു. ഞാൻ ഭയങ്കര കൃഷ്ണഭക്തനും ഒക്കെ ആയിരുന്നു. അതിലുപരി ഞാനൊരു RSSന്റെ പ്രവർത്തകനായിരുന്നു. അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം തീവ്രമായിരിക്കും എന്റെ ചിന്തകളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. തന്നെയുമല്ല,
കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടും ഒക്കെ എനിക്ക് ആ സമയത്ത് വെറുപ്പും, അവർ പോകുന്ന വഴിയിൽ ഞങ്ങള് കുറെ ആളുകൾ ഞങ്ങൾ കൂട്ടുകാർ എന്നിട്ട് കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അതവിടെ നടത്താതിരിക്കാൻ വേണ്ടി പോയ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ RSSന്റെ ഒരു സ്കൂള് ഞങ്ങളുടെ ഗ്രാമത്തിൽ വരികയും ആ സ്കൂളിന്റെ സെക്രട്ടറി ആയിട്ട് തുടക്കം മുതലേ അതിന്റെ കൂടെ ഉണ്ടാവുകയും ആ സ്കൂളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ഈ ലോക ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതാണ് ജീവിതത്തിന്റെ സുഖം എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഒരു കാലം. ടോമിച്ചൻ ചേട്ടൻ നേരത്തെ പറയുകയുണ്ടായി, അടിമത്തത്തിന്റെ മുഖം അതാണ് സ്വർഗം എന്ന് കരുതി അതും വഹിച്ചുകൊണ്ട് നടന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് വിദേശത്ത് പോകണമെന്ന് ഉള്ളൊരു ചിന്ത ഉള്ളിലേക്ക് വന്നു. കാരണം എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കൊരു സഹോദരിയാണുള്ളത്, അച്ഛനും അമ്മയും സഹോദരിയും. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിദേശത്ത് പോകാൻ വേണ്ടിയുള്ള ചിന്തയൊക്കെ എന്നിലേക്ക് വരുന്നതും. പക്ഷെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ അമ്മയുടെ ഒരു സഹോദരി ഉണ്ട്, അവരെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷെ എൻ്റെ ഒരു 5 ലക്ഷം രൂപ അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ സംഘടന പോലും എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറയുന്നു, എങ്കിലും ഒരു കാര്യം ചെയ്യ്, ഡൽഹിയിൽ വൈഫിന്റെ ഒരു ഉപ്പാപ്പനുണ്ട്, അവിടെ പോകാൻ പറയുന്നു. അങ്ങനെ ഞാൻ ആരെയും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഡൽഹിക്ക് പോകുന്നു. അവിടെ ഡൽഹിയിൽ 2 വർഷം ജോലി ചെയ്തു, കുറച്ച് കടങ്ങളൊക്കെ വീട്ടി. ആ സമയത്ത് എൻ്റെ അച്ഛന് ഒരു അറ്റാക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. കാരണം വീട്ടിൽ വേറെ ആരുമില്ല, പെങ്ങളാണ്, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് ഇഞ്ഞു പോരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ചെറിയ ജോലിയൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുന്ന അവസരത്തിൽ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്, എൻ്റെ പെങ്ങളുടെ കൊച്ച് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നുള്ളൊരു ഫോൺ കോൾ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നത് എൻ്റെ പെങ്ങള് സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. കാരണം എൻ്റെ അളിയന് വേറെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതറിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അങ്ങ് ചെയ്തു പോയി. പക്ഷേ ആ സംഭവം എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ഉലയ്ക്കുകയും തകർക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. കാരണം എൻ്റെ പെങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവൾ പഞ്ചപാവമായിരുന്നു. പെൺകുട്ടികൾ അത്രയും പാവമാകരുതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി ആരോടും ഒരു വാക്ക് പോലും എതിർത്ത് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നടക്കുമ്പോൾ പോലും ഒരു പുൽക്കൊടി വേദനിക്കരുതെന്ന് കരുതിയാണ് അവൾ നടന്നു പോകുന്നത് പോലും. അത്രയ്ക്ക് പാവമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവള് മരിച്ചു പോയെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ആയി. കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ മുഖമായിരുന്നു എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഈ അവസരത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ജോത്സ്യനെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ജോത്സ്യനെ പോയി ഞങ്ങൾ കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് പിതൃക്കളുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയിട്ട് കുറെ പൂജ ചെയ്യണം, അതിന് കുറെ പൈസയൊക്കെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് തിരികെ ഇഞ്ഞു പോരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പിതൃക്കൾക്ക് വേണ്ടി, പിതൃക്കളുടെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എൻ്റെ പെങ്ങള് നഷ്ടപ്പെട്ടതും ഞാനൊരു ഭ്രാന്തനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും പിതൃക്കളുടെ ദോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഹിന്ദു ആചാര രീതി പ്രകാരം പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നത് ഹരിദ്വാറാണ്. ഞാൻ ആരോടും പറയാതെ നേരെ ഹരിദ്വാർ വെച്ച് പിടിപ്പിച്ചു. അവിടെ പോയിട്ട് പെങ്ങൾക്കുള്ള പൂജയൊക്കെ ചെയ്ത് തിരിച്ചു പോന്നു. ഈ സമയത്ത് എൻ്റെ വൈഫിന്റെ വീട്ടുകാരെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വൈഫിനെയും മോനെയും കൊണ്ടുപോയി. പക്ഷെ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എനിക്കൊരു ജോലിയാണല്ലോ ഇനി ആവശ്യം. വീട്ടിൽ വന്ന് മോനെയും കുഞ്ഞിനെയും അമ്മയെല്ലാം നോക്കണം, അതുകൊണ്ടൊരു ജോലി അത്യാവശ്യമാണ് എന്ന് ചിന്തിച്ചിങ്ങനെ വരുമ്പോൾ ട്രെയിനിൽ നിന്ന് എനിക്കൊരു രാഷ്ട്രദീപികയുടെ അന്ത്യപേപ്പർ കിട്ടുകയാണ്. അതിൽ തൃശ്ശൂർ ആമ്പല്ലൂർ എന്ന സ്ഥലത്ത് കാർഷിക വിളകളുടെ സപ്ലൈക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ളൊരു പരസ്യം കണ്ടിട്ട് ഞാൻ ആ പേപ്പറും കയ്യിലെടുത്തുകൊണ്ട് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന സമയത്ത് അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ്, എടാ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട അമ്മ, എനിക്കൊരു ജോലിയാണ് ഇപ്പൊ ആവശ്യം. അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ എനിക്ക് എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ, ഞാൻ ഈ ജോലിക്ക് പോട്ടെ, എന്നിട്ട് ഞാൻ വൈഫിനെ മോനെയും വന്ന് വിളിച്ചുകൊണ്ട് വന്നോളാം എന്നൊക്കെ പറഞ്ഞു. അമ്മ അന്ന് തന്നെ രാത്രിയിൽ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചു തന്നു. ഞാൻ ആ പൈസയും കൊണ്ട് നേരെ ആമ്പല്ലൂർ വരികയാണ്. അവിടെ വന്നപ്പോൾ കാർഷിക വിളകളുടെ സപ്ലൈക്ക് ഓർഡർ എടുക്കുക, 1000 രൂപയുടെ ഓർഡർ എടുത്താൽ 250 രൂപ കിട്ടും. അങ്ങനെ ഒരു ജോലി. അങ്ങനെ ഞാൻ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒല്ലൂർ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെയാണ് പുനർജീവൻ
നവജീവൻ എന്നും പറഞ്ഞിട്ടൊരു ആലയം ഞാൻ കാണുകയാണ്. കാരണം ഇതുപോലുള്ള ആലയങ്ങളിലെ സിസ്റ്റർമാരൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ തൈകളും ഒക്കെ വാങ്ങിക്കാറുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പം അവിടെ ബലരാമൻ എന്ന് പറഞ്ഞൊരു ആളെ ഞാൻ പരിചയപ്പെടുന്നു. ആള് എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് നിനക്ക് പറ്റിയും ചോദിക്കുകയാണ്. പെട്ടെന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അപ്പം ഞാൻ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, നീ ഒരു കാര്യം ചെയ്യേ, നീ ഈ ആലയത്തിന്റെ അകത്ത് കയറി നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആലയത്തിന്റെ അകത്ത് കയറി നോക്കിയപ്പോൾ സ്പൈനൽ ഇഞ്ചുറി ബാധിച്ച് കിടക്കുന്ന കുറെ പേര് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അന്നേ ദിവസം അവരുടെ കൂടെ ഫുഡ് കഴിക്കുകയും അവരുടെ കൂടെ അവർക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആ ആലയത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആലയത്തിന്റെ ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമുണ്ട്. അതിന് ചുറ്റും ആളുകൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഞാൻ വെറുതെ അവിടെ പോയിരുന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ പോയിരുന്നു, പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കറിയത്തില്ല, എന്റെ കാലുകൾക്ക് വേഗം കൂടി, എന്റെ വാക്കുകൾക്ക് ശക്തി കൂടി. പിന്നെ ഞാൻ ചെന്ന് പറയുന്ന ഓരോ വീടുകളിൽ നിന്നും എനിക്ക് ഓർഡർ ലഭിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഈ ബലരാമചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ബലരാമചേട്ടൻ എന്താണെന്ന് അറിയത്തില്ല, അവിടുന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇന്ന പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും ഇവിടെ വരും, ഇവിടെ മാത്യൂസ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട്, ആ ബ്രദറിനെ പരിചയപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ ആലയത്തിൽ ചെന്ന് മാത്യൂസ് ബ്രദറിനെ കണ്ടു, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നീ ഒരു ധ്യാനത്തിന് പോകാൻ തയ്യാറാകാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനുള്ള ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ധ്യാനത്തിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷെ ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ കാലെടുത്ത് വെച്ചപ്പോ തൊട്ട് എന്റെ ഉള്ളില് ഭയങ്കരമായ പിടിവിലി നടക്കുകയാണ്. കാരണം വേറെ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അതോ മാത്യുസിയുടെ പൈസ ഞാനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പിടിവിലി നടക്കുമ്പോൾ അവിടുത്തെ ഊട്ടുപുരയുടെ അവിടെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നു, സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് എന്നെ പറ്റിയിട്ടാണ് ഈ വചനം പറയുന്നത്. അതൊരു 3 ഡൈമെൻഷൻ പിക്ചർ പോലെ എന്റെ മുന്നിൽ ആ വചനം വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ആ വചനം കണ്ടിട്ട് ആ വചനം ഉള്ളിൽ സ്വീകരിച്ചിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. കാരണം 33 കോടി ദൈവ പരമ്പരകളുള്ള ഒരു ദൈവവും ഞാൻ കണ്ണീരോട് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ ഇത് എന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നേടിക്കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം എവിടെങ്കിലും കൊണ്ട് ഇടിച്ചു തകർക്കും, എന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കും എന്ന് ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കയറുകയാണ്. എന്റെ ഉള്ളിലെ ദൈവചിന്ത, ആ നിമിഷം വരെയുള്ള എന്റെ ഉള്ളിലെ ദൈവചിന്ത, ദൈവം എന്ന് പറഞ്ഞാൽ ആടയാഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഏന്തി നിൽക്കുന്ന ഒരു രൂപമാണ്. പക്ഷെ ഞാൻ ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ ഹാളിൽ കയറിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു നീണ്ട കുപ്പായവും ചുമന്ന ഷാളും ഇട്ട് കൈകൾ വിരിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ആയുധങ്ങളും ശക്തികളും ഒക്കെയുള്ള സൂര്യചന്ദ്രന്മാരെയും എല്ലാം ആചരിക്കുന്ന എന്റെ ദൈവങ്ങൾക്ക് എന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ എന്റെ ഈ പ്രശ്നങ്ങളെ ഈ നിസാരനായ ഈ ദൈവത്തിന് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ കടന്നുകൂടി. പക്ഷെ ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഞാൻ കൂടുതൽ ഉൾക്കൊണ്ട് കണ്ണീരോടുകൂടിയൊക്കെ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അവസാന ദിവസം ഞാൻ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോരുത്തർക്കും ഓരോ രോഗശാന്തി ശുശ്രൂഷകൾ കിട്ടുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതമായി. അപ്പൊ ഞാൻ പലരോടും ചോദിക്കുകയുണ്ടായി, ചേട്ടാ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ, അതോ എല്ലാവർക്കും ഇത് കിട്ടുന്നതാണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. പ്രിയമുള്ളവരെ, അവസാന ദിവസം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ധ്യാനം നടക്കുകയാണ്. വേദിയിലെ പനക്കലച്ചൻ നിന്ന് പറയുകയാണ്, നിങ്ങൾ കണ്ണടച്ച് സ്തുതിക്കാൻ പറയുകയാണ്. ഞാനും അതുപോലെ നിന്ന് കണ്ണടച്ച് സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സ്തുതിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു തിരുഹൃദയം വന്നിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് ശക്തമായിട്ട് കറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇതെന്താ ഞാൻ ഇങ്ങനെ കാണുന്നത്, അച്ഛൻ പറയുന്നതല്ലല്ലോ ഞാൻ കാണുന്നത്, പിന്നെ എന്താണ് ഞാൻ ഇതിങ്ങനെ കാണുന്നത് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം പറയാം. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് തന്നെ ഉത്തരം നൽകുകയാണ്, ഒരു പക്ഷേ നീ താമസിക്കുന്ന റൂമിൽ ഏതെങ്കിലും പടങ്ങൾ കണ്ടിട്ടായിരിക്കാം ഞാനിത് കാണുന്നത് എന്നോട് പറയുമ്പോൾ ഒരു ശക്തി ഉള്ളിൽ നിന്നുകൊണ്ട് എന്നോട് പറയാണ്, അതല്ല നീ കാണുന്നതെന്ന് പറയാണ്. വീണ്ടും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു 3 തവണ ഞാൻ ആ തിരുഹൃദയ ദർശനം കണ്ടു. എനിക്ക് സങ്കടമായി, ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ആ സീറ്റിൽ ഇരുന്നു. കാരണം എന്റെ ജീവിതം തീർന്നു, എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല.
പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ആ സ്തുതിപ്പും ആരാധനയും കഴിഞ്ഞപ്പോൾ അച്ഛൻ വേദിയിൽ നിന്ന് പറയുകയാണ്, ശക്തമായ ചൂട് അനുഭവപ്പെട്ടവർ തലക്കിലേക്ക് വരൂ, ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടവർ തലക്കിലേക്ക് വരൂ എന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് അവസാനം അച്ഛൻ പറയുകയാണ്, നിങ്ങളിൽ ചിലരെങ്കിലും ഈശോ ഉദ്യാനത്തിൽ നിൽക്കുന്നതും ഈശോ ചെമ്മരിയാടുകളുടെ ഇടയിൽ നിൽക്കുന്നതും ഈശോയുടെ തിരുഹൃദയവും കണ്ടു കാണും. ഇത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് സന്തോഷം കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഓടി ഞാൻ തലക്കെ പോയിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് കിടന്ന് എന്തൊക്കെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പ്രിയമുള്ളവരെ, ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, ഇതാണ് എന്റെ ദൈവം, ഇതാണ് എന്റെ മാർഗം. പിന്നെ ഞാൻ ഒരു അന്യ ദൈവങ്ങളുടെ ഒരു പടം പോലും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അന്ന് മുതൽ ഞാൻ ഈശോയെ ചങ്കലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. പിന്നീട് എന്റെ ചിന്ത മുഴുവൻ ഈശോ എന്നെ കൈപിടിച്ച് നടത്തിയ, മരണത്തിന്റെ വക്രത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് നടത്തിയ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, ഈശോയെ പൂർണ്ണമായിട്ടും അറിയണം എന്നൊക്കെയുള്ളൊരു ചിന്ത, മാമോദിസ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം. അങ്ങനെ ഡിസംബർ 2022 ഞാനും കുടുംബവും മാമോദിസ സ്വീകരിച്ചു. ഞാൻ അബ്രഹാം എന്ന പേരും വൈഫ് സാറ എന്ന പേരും മോൻ ഇസഹാക്ക് എന്ന പേരും ഞാൻ സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ഈശോയെ കൂടുതലായിട്ട് അറിയണം, ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് എന്റെ ജീവിതം ഞാൻ കൊടുക്കണം എന്നുള്ള ചിന്തയായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് കർത്താവ് എന്നെ ക്രമീകരിച്ചുകൊണ്ട് പോയി. അത് പല പല ആളുകളിലൂടെയായിരുന്നു. അങ്ങനെ ഞാൻ വന്നുപെട്ടതാണ്. അങ്ങനെ പല ആളുകളുടെ ക്രമീകരണം വഴി ഞാൻ മിസിയോ എന്ന ഗ്രൂപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് എന്റെ വിശ്വാസത്തെ കൂടുതൽ വളർത്തുകയും ഈശോയെ കൂടുതൽ അറിയാനുമുള്ള ഒരു മാർഗമായിട്ട് മാറി. ഇന്നും ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വചനങ്ങൾ പഠിക്കാനും വചനങ്ങൾ പ്രഘോഷിക്കാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഞാൻ ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈശോയിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ആരും ഭഗ്നാശരായി പോകത്തില്ല. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഈശോ നമ്മുടെ വഴികൾ ക്രമീകരിച്ചു തരും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാരണം ഞാൻ ചിന്തിക്കുന്ന ഓരോ വഴികളിലും ഈശോയെ എനിക്ക് ആ വഴിയിലൂടെ പോകണം, നിന്നെ അറിയാൻ എനിക്ക് ആ വഴിയിലൂടെ പോകണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഈശോ കരുതി വെച്ചിരിക്കുന്ന വേറൊരു വ്യക്തിയെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ നിത്യമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏക രക്ഷകൻ ഈശോ മാത്രമേ ഉള്ളൂ. ജീവിക്കുന്ന ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ ദുരിതത്തിലൂടെ കടന്നു പോയപ്പോഴാണ്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളിലുള്ള ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാൻ ഈ മിസിയോ ഗ്രൂപ്പ് എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവാണ് നമ്മുടെ ഏകരക്ഷകനെന്ന് ഹൃദയസ്പർശിയായ ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ രാജേഷ് അബ്രാം ചേട്ടന് നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആലിസുട്ടി ആന്റിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആര്യ, താങ്ക് യു രാജേഷ്. വെരി ഗുഡ്. എല്ലാവരും നമുക്ക് ഇന്നിപ്പോ മിനിയുടെയും ടോമിച്ചന്റെയും രാജേഷിന്റെ ടെസ്റ്റിമണിയും എല്ലാത്തിലൂടെയും തുറക്കം മുതൽ എല്ലാത്തിലൂടെയും ഒരു കാര്യം നമുക്ക് നല്ലവണ്ണം മനസ്സിലായി അല്ലേ? കഴിഞ്ഞ 2 ആഴ്ചയിലൂടെ നമ്മൾ കേട്ടത് ദൈവം നമ്മളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെച്ചുകൂടി ദൈവരാജ്യമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ആദ്യം കേട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ സ്നേഹം അനുഭവിക്കാനും പങ്കുവെക്കാനും നമുക്ക് പറ്റുന്നില്ല, നമ്മൾ നിസ്സഹായരാണ്, പാപാവസ്ഥയിലാണെന്നൊക്കെ മനസ്സിലാക്കി ആകെപ്പാടെ ഇനി എന്ത് ചെയ്യും അവരൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ എടുത്ത് പറഞ്ഞല്ലോ, എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നത്തിലായിരുന്നു. എന്നാലും ഇന്ന് ശരിക്കും ആ ഗുഡ് ന്യൂസ് ശമയോനൊക്കെ ശിശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞതുപോലെ അല്ലേ, ആട്ടിടയരോട് പറഞ്ഞതുപോലെ സർവ്വലോകത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത പറഞ്ഞു കേൾക്കുക മാത്രമല്ല രാജേഷിന്റെ ജീവിതത്തിലൂടെ എന്തോ ഒരു സിമ്പിളായിട്ടായത് ആ ഒരു രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ സാധിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഈ ഒരു സത്യം അവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. 2000 കൊല്ലം മുമ്പേ മനുഷ്യവംശം മുഴുവനും ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞല്ലോ. അവസാനം മിനിയൊക്കെ പറഞ്ഞു, അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അവസാനം ചെയ്യാനിരിക്കുന്ന പാപത്തിന് പോലും കടം വീട്ടി പരിഹാരം ചെയ്ത് കഴിഞ്ഞു, എല്ലാം തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു.
അപ്പൊ പിന്നെ നമുക്ക് വളരെ പ്രത്യാശയോടും മുമ്പോട്ട് പോകാനുള്ള വകുപ്പുണ്ട്. അപ്പം നമുക്ക് ക്ലിയറായി ഈശോ നമ്മുടെ രക്ഷകരും കർത്താവും മിശിഹായുമാണെന്നൊക്കെ. അപ്പൊ പറഞ്ഞില്ലേ, ഫിലിപ്പോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യമുണ്ടല്ലോ, ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമാകാതെ ആണെന്ന് പരിഗണിക്കാതെ ദാസന്റെ വേഷമെടുത്ത് മനുഷ്യനെ പോലെയായി മരണം വരെ, കുരിശ് മരണം വരെ അവൻ അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം അവന് മഹത്തായ നാമം കൊടുത്തു. ആ മഹത്തായ നാമമാണ് രക്ഷകൻ, കർത്താവ്, മിശിഹ. ഈ കാര്യങ്ങള് ഈശോ മരിച്ച്, ഈശോ ഉയർത്ത്, മഹത്വീകരിക്കൊണ്ട് സ്വർഗത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഈ രക്ഷാകര പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ട് ദൈവം കൊടുത്ത അതിന്റെ ഫലമായിട്ട് ഈശോ നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമാണ്. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഇത് അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാം ഒട്ടും മടങ്ങാൻ വേണ്ടിയാണെന്ന്. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആദ്യത്തെ നമ്മളിപ്പോ പന്തക്കുസ്തായിക്ക് ഒരുങ്ങുന്ന ദിനങ്ങളാണ്. അതിന് വളരെ കാലോചിതമായിട്ടാണ് നമ്മളും ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം അവര് ആദ്യത്തെ പന്തക്കുസ്താ ദിനത്തില് പത്രോശ്രീയ മറ്റുള്ളവരോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കാര്യമൊക്കെ അങ്ങോട്ട് വ്യക്തമായിട്ട് പ്രസംഗിച്ചു. ഇതൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ച് കേട്ടപ്പോഴേക്ക് അവര് ഹൃദയം തകർന്ന് ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ ഇന്ന് ഈ ഒരു വലിയ കാര്യം, ഈ ഒരു വലിയ സത്യം നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ടത്. ഇതൊന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്ക് ശരിക്കും നമ്മുടെ ജീവിതം നമ്മൾ എന്തോ ഒരു ഫ്രീ ആയി. ഇതുവരെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഭാരമെല്ലാം കർത്താവ് അങ്ങോട്ട് ഏറ്റെടുത്ത് രോമിച്ച് പറഞ്ഞില്ലേ, അവനെ പാപമാക്കി കുരിശിൽ അങ്ങോട്ട് അതിനെല്ലാം പരിഹാരം ചെയ്തു. ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ഈശോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ അവകാശി നമ്മുടെ കർത്താവ് ഈശോ ആണെന്നുള്ളതൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ഈ ഒരു വലിയ സത്യം അത് ഈ ഓരോ നമുക്കറിയാമല്ലോ. ഈ നാളുകളില് നമ്മൾ ഇവാഞ്ചലൈസ്ഡ് ആകാൻ, അതായത് ഈ വലിയ സത്യങ്ങള് അതിന്റെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ 3 വലിയ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മളെ എല്ലാം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം അനുഭവിച്ച് ദൈവമക്കളായിട്ട് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ദൈവ മഹത്വത്തിൽ നിന്ന്, പിതാവിന്റെ ഭാഗത്തിൽ നിന്ന് വിട്ടുപോയ നമ്മള് പാപാവസ്ഥയിലാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപിയാണ്. നമുക്കിത് സ്വയം രക്ഷിക്കാനോ രക്ഷപ്പെടാനോ ആരെയും രക്ഷിക്കാനോ നമുക്ക് പറ്റില്ല. നമുക്ക് എവിടെ നിന്ന് രക്ഷ വരും? അവിടെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കർത്താവായ ഈശോ മിശിഹ 2000 കൊല്ലം മുമ്പ് കുരിശിൽ മരിച്ച് ഉയർത്ത് സ്വർഗത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഈ രക്ഷ പൂർണ്ണമായിട്ടും നിറവേറ്റി പൂർത്തിയാക്കി. ഇത് ഇന്ന് നമ്മൾ ഇനി നമ്മുടേതാക്കിക്കൊണ്ട് എല്ലാവരെയും ഈ വാർത്തയൊന്ന് അറിയിച്ച് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഞാൻ ഓർക്കുകയായിരുന്നു, നിങ്ങള് ഈ ദിവസങ്ങളില് കണ്ടുമുട്ടുന്നവരോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അങ്ങ് പറയണം കേട്ടോ. നമ്മള് ഒരു സ്റ്റീഫൻ കോവെ എന്നൊരു മനുഷ്യന്റെ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം പറയുകയായിരുന്നേ, ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ് സ്റ്റാർട്ട് ടീച്ചിങ് എന്ന്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ആഴ്ത്തി പതിയണമെങ്കിൽ നമ്മളിത് കണ്ടുമുട്ടുന്നവരോടൊക്കെ ഇതിനങ്ങ് പറഞ്ഞു തുടങ്ങണം. അങ്ങനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്ന വീട്ടിലുള്ളവരോടും ഒപ്പം ജോലി ചെയ്യുന്നവരോടും ഒപ്പം പഠിക്കുന്നവരോടും നിങ്ങള് സാധനം മേടിക്കാൻ പോകുന്നവർക്ക് എല്ലായിടത്തും കണ്ടുമുട്ടുന്നവരോടൊക്കെ ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് പറയണം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ശരിക്ക് ഇതെല്ലാം കഴിയുമ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും ഇവാഞ്ചലൈസ്ഡ് ആകുക മാത്രമല്ല, ഇവാഞ്ചലൈസേഴ്സ് ആകുകയും കൂടെ ചെയ്യും. അപ്പൊ ഈ ഒരു വലിയ സത്യം ഈ ആഴ്ച മുഴുവൻ നമ്മൾ യേശുവിലൂടെ കൈവന്ന രക്ഷ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചവരൊക്കെ കാണിച്ചു. നമ്മളെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈശോയെ പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം പറഞ്ഞ് ഈശോ തന്നെയും എല്ലാവരും ചെറുത്താനടക്കം സാക്ഷ്യം പറയുന്നുണ്ടല്ലേ, അത്യുന്നതിന്റെ പുത്രനാണെന്നൊക്കെ. അപ്പം അതെല്ലാം പറഞ്ഞ് ഈശോ എന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പ്രതീകാത്മകമായിട്ട് അതെല്ലാം പറഞ്ഞില്ലേ. തളർവാരോഗ്യം സുഖപ്പെടുത്തിയപ്പോ ഈശോ പറഞ്ഞു എന്നതാ, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് സുഖപ്പെടുത്തിയതൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പൂർത്തിയായി അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയും ചെയ്ത് അവിടുത്തെ ജീവിതം ഇന്നിവിടെ തുടരുക.
ഇതിന്റെ പങ്കുകാരായിട്ട് നമ്മൾ ഇത് നല്ല ഫലപ്രദമായിട്ട് ശരിക്കും മിഷനറി ഡിസൈപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നതിന് പടിപടിയായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ദിവസത്തിൽ നമുക്ക് ഓർക്കാം. അപ്പൊ നമ്മൾ എത്ര അധികമായിട്ട് ഇതിനോടൊക്കെ സഹകരിക്കുന്നോ അത്ര അധികമായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും. ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു വലിയൊരു സമ്പത്ത് പൗലോസ് പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ സമൃദ്ധിയായി. വലിയൊരു ബാങ്കില്, സഭയാകുന്ന ബാങ്കിൽ ദൈവം വലിയ നിക്ഷേപം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അധികമായിട്ട് അത് എടുക്കുന്നോ സ്വന്തമാക്കുന്നോ അത്ര അധികമായിട്ട് നമ്മുടെ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക്, രക്ഷയുടെ ആഴങ്ങളിലേക്ക് വരാൻ ഈ ദിനങ്ങള് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. അപ്പൊ മറക്കരുത്, ഈ കേട്ട കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങള് കണ്ടുമുട്ടുന്നവരോടൊക്കെ നിങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പം ശരിക്കും അതിലൂടെയൊക്കെ പരിശുദ്ധ രാജേഷിന്റെ കാര്യത്തിൽ കണ്ടില്ലേ, ഒന്നും നമ്മുടെ പ്രയത്നമല്ല, തമ്പുരാനാ ചെയ്യുന്നത്. ചുമ്മാ ദൈവം അങ്ങ് കയറി അങ്ങ് വരും. ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിലേക്ക്. ചേച്ചി, നമ്മുടെ മാന്ത്രാച്ചൻ വില്ലേജിൽ നിന്ന് വളരെ തിരക്ക് പിടിച്ച് നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട്. ഓടി വന്ന് ആശീർവദിച്ചോളാൻ പറയാം. എന്റെ അത് കഴിഞ്ഞു. അതെ അതെ. ആര്യ മോളെ, നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് അനൗൺസ്മെന്റ് നടത്താം കേട്ടോ. അച്ഛൻ തിരക്കുണ്ട്, അതുകൊണ്ടാണേ. അച്ഛന് തിരക്കുണ്ടായിട്ടൊന്നുമല്ല, അച്ഛന്റെ തിരക്ക് മിക്കവാറും, അതായത് നല്ല തിരക്കെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി ഇതുവരെ മുറിക്കകത്ത് കയറിയിട്ടില്ല, പകുതി വഴി ആയിട്ടുള്ളൂ. ഇനി തിരിച്ചു പോകണം. കുറച്ച് ഏതായാലും നേരത്തെ കിട്ടാഞ്ഞത് ഭാഗ്യം എന്ന് പറയാം. കാരണം എനിക്കിനി നിങ്ങളുടെ കാലൊക്കെ വേണ്ടി വരും മിക്കവാറും. നല്ല പരിവായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നമുക്ക് പ്രഘോഷിക്കാനുള്ളത് ഒന്നേന്ന് മാത്രമേ ഉള്ളൂ, യേശു രക്ഷകനാണ്. അത് ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കാണത്തില്ല. എന്റെ ശരിക്കുള്ള കാണുന്നില്ല. ഓക്കെ. കഴിഞ്ഞ ദിവസം വൊക്കേഷൻ പ്രൊമോട്ടേഴ്സിന്റെ മീറ്റിങ്ങിന് പോയപ്പോ ഒരു സിസ്റ്റർ അവിടെ വന്ന ഒരു സിസ്റ്ററിന്റെ മടത്തിൽ ചെന്നപ്പോ സിസ്റ്ററിന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഈ ശ്രീവരത്തിനെ പോലെയുള്ളവരെയൊക്കെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് വെച്ച ഏതെങ്കിലും പിള്ളേർ സെമിനാരിൽ ചേരുവോ? കാരണം അച്ഛന്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി കരുത്തമാക്കാനെ പോലെയൊക്കെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ആ സിസ്റ്ററിന്റെ കൂട്ടുകാരിയായിരുന്നു. പുള്ളിക്കാരി എന്നോട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, എടാ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അന്നേരം ഏതായാലും സിസ്റ്റർ പറഞ്ഞു, അതിൻ്റെ അകത്തൊന്നും ഒരു കളറിന്റെ അകത്തൊന്നും ഒരു കാര്യമില്ല, അച്ഛന്റെ തീഷ്ണത കണ്ട ആൾക്കാർ ചേർന്നോളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ പ്രഘോഷിക്കുന്നതും ഞാൻ കൊണ്ടു നടക്കുന്നതും ഒരേ ഒരു കാര്യമുള്ളൂ, യേശു ഏകരക്ഷകനാണ്. ഞാൻ ആ നേരത്തെ പറഞ്ഞ ചേട്ടനെ എനിക്ക് അറിയത്തില്ല, പരിചയം അബ്രഹാം അല്ലെ, അബ്രഹാം സാറ ഇസഹാക്ക്. ഞാൻ ആ ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടായിരുന്നു. അവരൊക്കെ അറിഞ്ഞ യേശുവിനെ, ഞാൻ കണ്ടതും കേട്ടതുമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെ പ്രഘോഷിക്കുക. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള എല്ലാവരും ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒരുങ്ങുന്നു അതിനു വേണ്ടി തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഇച്ചിരി ധൈര്യമൊക്കെ വേണം, അതിന് നല്ല ധൈര്യം വേണം. യേശു രക്ഷകനാണെന്ന്, ഏക രക്ഷകനാണെന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റം ഒക്കെ വേണം. അത് അച്ഛന്മാര് മാത്രമല്ല, സിസ്റ്റേഴ്സും അൽമാരും എല്ലാവരും പ്രഘോഷിക്കേണ്ടത് അത് തന്നെയാണ്. നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, BJP-കാരുടെ ചെറിയ നോട്ടങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അത് മറന്ന് നമ്മൾ അതിനെ ഒളിച്ചു വയ്ക്കാനൊക്കെ ശ്രമിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ യേശു ഏക രക്ഷകനാണെന്ന് നമ്മുടെ സ്കൂളുകളിൽ കൂടെ പ്രഘോഷിക്കാൻ പറ്റുന്നില്ലേ? അവിടെ നമുക്ക് ദുരിതമാണ്. യേശു ഏക രക്ഷകനാണെന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സംസാരിക്കാൻ പറ്റുന്നില്ലേ? അവിടെ എനിക്ക് ദുരിതമാണ്. എനിക്ക് യേശു ഏക രക്ഷകനാണെന്ന് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടില്, ഞാൻ സഞ്ചരിക്കുന്ന ബസ്സില്, ഞാൻ സഞ്ചരിക്കുന്ന ട്രെയിനിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് ദുരിതമാണ്. അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും സഹകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പം എനിക്ക് തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സമ്മാനം എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ ഈ കിടന്ന് ഓടുന്നതും പ്രഘോഷിക്കുന്നതും ഒക്കെ. ഞാൻ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു മഹത്തായ ഇതിലേക്ക് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളത് ശക്തമായിട്ട് തന്നെ ഏറ്റെടുത്തോളുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമേ കുടുംബത്തിൽ പ്രഘോഷിക്കുക, യേശു രക്ഷകനാണെന്ന് മക്കളോട് പറയുക, ജീവിത പങ്കാളിയോട് പറയുക, പിന്നെ അയൽവക്കക്കാരോട് പറയുക, പിന്നെ പോകുന്ന വഴി എല്ലാം ഇത് പ്രഘോഷിച്ചുകൊണ്ട് നടക്കുക, ട്രെയിനിലും ബസ്സിലും എല്ലാം. അതൊരു പ്രഘോഷണമാണ് യേശു ഏകരക്ഷകനാണെന്ന് എൻ്റെ ജീവിതത്തിൽ. വേറൊരു ദൗത്യം നമുക്കില്ല.
അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏതായാലും എന്റെ ഫോണിന്റെ ബാറ്ററി രാവിലെ ഇറങ്ങിയത് കാരണം ചാർജ് തീർന്നു. ടോമിച്ചായനെ ഞാൻ വിളിച്ചത് ഫോൺ ഓഫായി പോയി. ഡൗൺലോഡ് എന്റെ 4G മൊബൈലാണ്, പഴയ മൊബൈലാണ്. ആന്റിക്ക് അറിയാലോ എന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അത് കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോ 4Gയുടെ ഒരു മൊബൈലായിട്ട് അത് ഈ പട്ടിക്കാട്ടി വന്നിട്ട് അത് അനങ്ങുന്ന പോലും ഇല്ല. എന്നിട്ട് ഞാൻ പിന്നെ അടുത്തു നിന്ന് ഒരു ചേട്ടന്റെ ഇതിലേക്ക് ലിങ്ക് അയക്കാനുള്ള സമയവും കിട്ടി. ടോമിച്ചായനെ ഒന്ന് വിളിച്ചു തീർന്നു, ഫോൺ ഓഫ് ആവുകയും ചെയ്തു. ഏതായാലും ദൈവം അനുഗ്രഹിച്ചു. ഒരുപാട് സന്തോഷം എല്ലാരെയും കണ്ടതിൽ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അത്ര ഒരു ഫോൺ സ്പോൺസർ ചെയ്തോ കേട്ടോ, ആർക്കും അച്ഛാ എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല. ഓക്കെ, ബൈ ബൈ, സീ യു. പിന്നെ കാണാം, പ്രാർത്ഥനയിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സേവർ അച്ഛ. അച്ഛന്റെ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും മിസ്സോ കുടുംബത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. ആലിസ്യൂട്ടി ആന്റിക്കും ആന്റിയുടെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഏതാനും കുറച്ച് അറിയിപ്പുകളാണ്. ഇതുവരെയും ഏതെങ്കിലും സബ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കാത്തവരുണ്ട്. അമേരിക്കയിൽ നിന്നുള്ളവർ ഈ നമ്പറിൽ സിമി റോബിനെ അറിയിക്കുക. 678-852-5451. ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉള്ളവർ ക്ലീറ്റസ് പോളിനെ ഈ നമ്പറിൽ 903-720-1651 എന്ന നമ്പറിൽ അറിയിക്കുക. ഈ നമ്പർ ഗ്രൂപ്പിൽ ലഭ്യമാണ്. സബ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള പലരും മെയിൻ ഗ്രൂപ്പിൽ അംഗങ്ങളല്ല എന്ന സ്ഥിതിയുമുണ്ട്. അവരവരുടെ മെന്റേഴ്സിനെ അറിയിച്ച് അങ്ങനെയുള്ളവർ മെയിൻ ഗ്രൂപ്പിൽ അംഗമാകാൻ ശ്രദ്ധിക്കണമേ. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ കരിക്കുലർ കോഴ്സ് മെയ് 8 മുതൽ 13 വരെ മിസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ ജൂൺ മാസം 7 മുതൽ 12 വരെ മിസ്സിയോ ഭവനിൽ നടത്തപ്പെടുന്ന റെസിഡൻഷ്യൽ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കുമെന്നും അറിയിക്കുന്നു. 2 പ്രോഗ്രാമിലും പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 906-1954-230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഈ നമ്പറും ഗ്രൂപ്പിൽ ലഭ്യമാണ്. ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ നടത്തിയ മിസ്സിയോ കോഴ്സിന്റെ തുടർച്ചയായി ആലിസ് ആന്റിയുടെ നേതൃത്വത്തിലുള്ള മിസ്സിയോ ടീം മെയ് മാസം 24, 25, 26 തീയതികളിൽ ലോഗോസ് റിട്രീറ്റ് സെന്ററിൽ വെച്ച് അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച്, ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് മാത്രമായി ക്ലാസുകൾ നൽകുന്നു. മിസ്സിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നമ്മുടെ സെഷൻ ഇന്ന് സെഷൻ ഇവിടെ കഴിയുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ
പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.